വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചും ഹവാല ഇടപാടുകളെ സംബന്ധിച്ചും ഒരു ഇംഗ്ലീഷ് പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം ആ പറഞ്ഞ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പൂർണ്ണമായിട്ടും യു ടേൺ അടിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചില കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന കള്ളക്കടത്തിനെക്കുറിച്ച് വിശദീകരിച്ചത്. എന്നാൽ അപ്പറഞ്ഞതിൽ നിന്ന് പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞിരിക്കുക. അവസരവാദത്തിന്റെ അപ്പോസ്തലനാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ മതമൗലികവാദ സംഘടനകൾ, റാഡിക്കൽ എലമെന്റ്സ് അവർ ശക്തമായി രംഗത്ത് വന്നതോടുകൂടി മുഖ്യമന്ത്രി ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടിയിരിക്കുക. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ്. നിലപാടില്ലാത്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. വി എസ് അച്യുതാനന്ദനുമായി താരതമ്യം ചെയ്യുമ്പോൾ പിണറായി വിജയന് നട്ടെല്ലിന് തീരെ ഉറപ്പില്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയത് വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ടാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ കാരണം കൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ നിലപാട് തിരുത്തിയിരിക്കുന്നത്. സഖാവ് വി എസ് അച്യുതാനന്ദൻ നട്ടലുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. പിണറായി വിജയന് നട്ടല്ലേ ഇല്ല, ഉള്ളത് വാഴപ്പിണ്ടി നട്ടല്ലാണ്. മുസ്ലിം ലീഗിന്റെയും അൻവറിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭീഷണിക്ക് മുമ്പിൽ എപ്പോഴും മുട്ടുമടക്കുന്ന സ്ഥിതിയിലാണ് മുഖ്യമന്ത്രി ഉള്ളത്. അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി കോംപ്രമൈസ് ചെയ്യാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത് അൻവറിനെ ഭയമുള്ളതുകൊണ്ടാണ്. നിൽക്കക്കള്ളിയില്ലാതായപ്പോൾ അൻവറിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ അൻവറും സംഘവും ഉയർത്തിയ ചോദ്യത്തിന് മുമ്പിൽ മുഖ്യമന്ത്രി പകച്ചുപോയിരിക്കും. വർഗീയ ശക്തികളെ സംബന്ധിച്ച്, കള്ളക്കടത്തുകാരെ സംബന്ധിച്ച്, തീവ്ര നിലപാടുകാരെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറയുന്നത് വെറും കാപട്യമാണ്. കഴിഞ്ഞ 8 കൊല്ലവും എല്ലാ കള്ളക്കടത്തുകാരെയും മടിയിലിരുത്തി സംസ്ഥാനം ഭരിച്ച ഏക മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 8 കൊല്ലവും മുഖ്യമന്ത്രി അധികാരം കൈയാളിയത് കള്ളക്കടത്തുകാരെയും മാഫിയ സംഘങ്ങളെയും ഹവാല ഇടപാടുകാരെയും മടിയിലിരുത്തിയിട്ട്. മുഖ്യമന്ത്രി എല്ലാ മതഭീകരവാദ ശക്തികളെയും അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SDPIയെ കൊണ്ട് പല മണ്ഡലങ്ങളിലും മത്സരിപ്പിച്ചത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ SDPI 37 മണ്ഡലങ്ങളിൽ മത്സരിച്ചതിൽ 30ലും LDF ആണ് ജയിച്ചത്. PFIയുടെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള SDPIയുമായി സംസ്ഥാനത്ത് പല തദ്ദേശ സ്ഥാപനങ്ങളിലും CPMന് ഭരണ പങ്കാളിത്തമുണ്ട്. എല്ലാ മതതീവ്രവാദ സംഘടനകളെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. UDFനെ ദുർബലപ്പെടുത്താൻ അതിതീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിം സംഘടനകളെ ഒപ്പം കൂട്ടിയതിന്റെ പരിണത ഫലമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അനുഭവിക്കുന്നത്. PDPയെ മുന്നണിയിൽ ചേർത്തു, പൊന്നാനിയിൽ PDPക്ക് സീറ്റ് കൊടുത്തു. വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ അടുക്കളയിലൂടെ നടന്ന് നേടിയ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. PFI നിരോധനത്തെ എതിർത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. രാജ്യത്തിന് തന്നെ ഭീഷണിയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ അതിനെതിരായ നിലപാടെടുത്ത മുഖ്യമന്ത്രിയാണ്. ഹമാസ് തീവ്രവാദികളെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. ഒരു ദിവസം രാവിലെ ഹിന്ദുക്കളെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ചപ്പടാച്ചി വർത്തമാനം പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കൾ വെറും മണ്ടന്മാരാണെന്ന് മുഖ്യമന്ത്രി ധരിച്ചു വച്ചിരിക്കുകയാണ്. കേരളത്തിലെ ഭൂരിപക്ഷ സമൂഹം
വെറും മണ്ടന്മാരാണെന്നാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളുടെ വർത്തമാനം കേട്ട് നിലപാട് മാറ്റാൻ ഭൂരിപക്ഷ സമുദായം തയ്യാറാവുന്നതാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷ സമുദായം കണക്കറ്റ് തിരിച്ചടി നൽകി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അൻവറിന്റെ പ്രശ്നം ഉപയോഗിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള വിചാരമാണ് മുഖ്യമന്ത്രി നടത്തിയത്. അതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായതുപോലെ. മുഖ്യമന്ത്രിക്ക് ഉത്തരത്തിലുള്ളത് കിട്ടാനും പോകുന്നില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യും. CPM-ന്റെ അവസരവാദ രാഷ്ട്രീയമാണ് ഇത് തെളിയിക്കുന്നത്. ആർജവമില്ലാത്ത നിലപാടാണ് CPM-നുള്ളത്. വോട്ട് ബാങ്കിന് വേണ്ടി നടത്തുന്ന ഇത്തരം വഴിവിട്ട നിലപാടുകളാണ് ആ പാർട്ടിയെ ഈ ഗതിയിൽ കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. UDF ഇതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള കുറുക്കൻ കണ്ണുകളുമായിട്ടാണ് ഇരുന്നത്. പക്ഷെ അതും ഇവിടെ നടപ്പില്ല. ഭൂരിപക്ഷ സമുദായത്തിന് വോട്ട് ബാങ്ക് നിലവിൽ വന്നിരിക്കുകയാണ് കേരളത്തിൽ. വർഗീയ ശക്തികളെ താലോലിച്ചും പ്രീണിപ്പിച്ചും ഭൂരിപക്ഷ സമുദായത്തെ ആക്ഷേപിച്ചും നിങ്ങൾക്കിനി അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾ ഇന്നലെ ചില നല്ല വർത്തമാനങ്ങൾ പറഞ്ഞല്ലോ. ശബരിമലയൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല. ഭൂരിപക്ഷ സമുദായത്തോടെ എന്ത് നിലപാടാണ് ഈ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചതെന്ന് കേരളത്തിലെ ജനങ്ങൾ മറന്നുവെന്ന് നിങ്ങൾ ധരിക്കുന്നു. ഇത് തികഞ്ഞ ആശയപാപ്പരത്വത്തിലേക്കാണ്, ഇരട്ടത്താപ്പാണ് CPM എടുത്തിരിക്കുന്ന നിലപാട്. തകർച്ചയുടെ വക്കിലാണ് മാർക്സിസ്റ്റ് പാർട്ടി. ബംഗാളിലും കേരളത്തിലും സംഭവിച്ചത്, ത്രിപുരയിലും സംഭവിച്ചത് വൈകാതെ കേരളത്തിലും സംഭവിക്കും. അല്ല, അത് ഹിന്ദു എൻട്രാമിന്റെ പത്രല്ലേ? AK സെന്റർ പറയുന്ന പോലെയല്ല അവര് ചെയ്യുള്ളൂ. അല്ല, എന്തിനാ ഇന്ന് ഇത്രയും ദയനീയമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തിനാണ് പറയുന്നത്? കള്ളക്കടത്ത് നടക്കുന്നില്ലേ? മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ തെറ്റാണോ? ഞാൻ ചോദിക്കുന്നത് ഹിന്ദു മാറ്റി പറയാനും മുഖ്യമന്ത്രി ഖേദം പ്രകടിപ്പിക്കാനും തയ്യാറായത് വസ്തുതയല്ലാതാവുന്നില്ലല്ലോ. അല്ല, എന്റെ ചോദ്യം, അല്ല മലക്കം മറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പിന്നെ പ്രസ് സെക്രട്ടറി അയച്ച കത്ത് ഞാൻ കാണിച്ചു തരാം. അത് മലക്കം മറിച്ചില്ലല്ലേ? എന്തിനാണ് ഭയപ്പെടുന്നത്? കരിപ്പൂർ വിമാനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഇത്ര പേടിക്കാൻ എന്താണുള്ളത്? തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് നടന്ന തിരുവനന്തപുരം വിമാനത്താവളത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ആരും വലിയ ജാതി വികാരവും പ്രാദേശിക വികാരവും ഉയർത്തിയില്ലല്ലോ. എന്താ, മലപ്പുറം കേരളത്തിന്റെ ഭാഗമല്ലേ? ഇന്ത്യയുടെ ഭാഗമല്ലേ? മലപ്പുറത്തിന് പ്രത്യേക അസ്തിത്വമുണ്ടോ? എന്താണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇടതുപക്ഷവും വലതുപക്ഷവും. മലപ്പുറത്ത് ഹവാല ഇടപാട് നടന്നാൽ പിന്നെ കോഴിക്കോട് നടന്നു എന്ന് പറയണോ? മലപ്പുറത്ത് കള്ളക്കടത്ത് നടന്നാൽ കോഴിക്കോട് നടന്നു എന്ന് പറയണോ? അപ്പോ അൻവർ ഭീഷണിപ്പെടുത്തിയപ്പോ മുസ്ലിം ലീഗും ബാക്കിയുള്ള ആൾക്കാരും ഭീഷണിപ്പെടുത്തി മുഖ്യമന്ത്രി നിലപാട് മാറ്റി. ഇന്ന് വൈകുന്നേരം വരെ പറഞ്ഞില്ലല്ലോ. ഈ വിവാദം ഇന്നലെ കാലത്ത് 5-6 മണി മുതൽ തുടങ്ങിയ ഇന്നലെ മാധ്യമങ്ങൾ കാലത്ത് ഹിന്ദു പത്രം പുറത്തിറങ്ങിയ ആ നിമിഷം മുതൽ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യാണ്. എന്തിനാണ് ഭയപ്പെടുന്നത്? പിടിച്ചെടുത്ത പണത്തിന്റെ കണക്ക് കള്ളമായിരുന്നോ? സ്വർണത്തിന്റെ കണക്ക് കള്ളമായിരുന്നോ? ഇന്നിപ്പോ ഇത് പറയാനാണ്, ബാക്കി ഇത് അടുത്ത ദിവസം. അല്ലല്ല, ആര് പറഞ്ഞു കിട്ടിയില്ലെന്ന്? ഹൂ ടോൾഡ് യു കിട്ടിയില്ലെന്ന് ആര് പറഞ്ഞു? 1625 കോടി രൂപ കേരളത്തിന്റെ ഖജനാവിലുണ്ട്. ഇതിനോടകം കേന്ദ്ര സർക്കാർ പറയട്ടെ വയനാട്ടിൽ എന്താ നടന്നത്? അല്ലെ, വയനാടിനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ വയനാട്ടിൽ ഉള്ള ഒരാളാണ്. എന്താ നടന്നത്? അല്ലെ, എന്ത് പുനരധിവാസമാണ് വയനാട്ടിൽ നടന്നത്? എന്താ നിങ്ങൾ ചെയ്തിരിക്കുന്നത്? അല്ലല്ല, എന്റെ ചോദ്യം സാർ, വയനാടിന് വേണ്ടി 85 കോടി രൂപ BJP ഭരിക്കുന്ന സർക്കാരുകൾ കൊടുത്തിട്ടുണ്ട്. വയനാടിന്റെ പുനരധിവാസത്തിന്റെ എന്താണ് നിങ്ങൾ നൽകിയിരിക്കുന്നത് കേന്ദ്രത്തിന്? എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. അല്ല, അതെ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റിന് താൽക്കാലിക മെമ്മോറാണ്ടം കൊടുത്താൽ പോരാ, വിശദമായ മാസ്റ്റർ പ്ലാൻ കൊടുക്കണം. കൊടുത്തിട്ടുണ്ടോ? കാണിക്കും നിങ്ങൾ. അല്ലെ, ഡീറ്റെയിൽസ് കാണിക്കും. ഏത് പത്രത്തിലാണ്? ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ.
പുനരധിവാസത്തിന് അക്കമിട്ട് ഓരോ ഹെഡിലായിട്ട് വരുന്ന ചെലവുകൾ എന്താണ്? ആ അതെവിടെ കാണിക്ക്. എപ്പോഴും ഈ വയനാട് ചോദിക്കരുത്. സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. 1625 കോടി രൂപ ദുരന്ത പ്രതിരോധത്തിന് കേരള സർക്കാരിന്റെ കയ്യിൽ ഉണ്ടായിട്ട് 1 രൂപ അതിനുമുമ്പ് ചെലവഴിച്ചിട്ടില്ല. ആർക്ക്? കണക്ക് കൊടുത്തവർക്ക് കൊടുക്കുന്നുണ്ടാവും. അല്ലേ, ആവശ്യമില്ലെന്ന്. ഇവിടെ പണമുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞില്ലല്ലോ. ഇപ്പൊ അവിടെ ഒരു പുനരധിവാസ പ്രവർത്തനം നടക്കുന്നില്ല. സർ, അവിടെ വാടക കൊടുത്തിട്ടില്ല. കേരള സർക്കാരിന് കാശില്ലാത്തതുകൊണ്ടാണോ? താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാൻ കൊടുക്കേണ്ട വാടക കൊടുത്തിട്ടില്ല സർക്കാർ. അതുകൊണ്ട് കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പതിവ് പല്ലവി ഇനി ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല. പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് വാഗ്ദത്തം നൽകിയിട്ടുള്ള പ്രധാനമന്ത്രിയാണ്. ദുരിതാശ്വാസ നിധിയും പുനരധിവാസ പദ്ധതികളും നടപ്പാക്കുന്നതിന് വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളത്തിന് കിട്ടേണ്ട 1 രൂപയുടെ കുറവ് വന്നാൽ CPM-നേക്കാൾ മുമ്പിൽ BJP ഉണ്ടാവും. പക്ഷെ സംസ്ഥാന ഗവൺമെന്റിന്റെ അലംഭാവവും പിടിപ്പുകേടും മാധ്യമങ്ങൾ മനഃപൂർവ്വമായിട്ട് ചോദ്യം ചെയ്യുന്നില്ല. സർ, അതിന് കൃത്യമായിട്ട് കേന്ദ്രം മറുപടി പറഞ്ഞിട്ടുണ്ട്. പുനരധിവാസ പാക്കേജിന് നൽകേണ്ട ഫോർമാറ്റിൽ കൃത്യമായിട്ട് നൽകണം. അതൊന്നും നൽകാതെ ഈ രാഷ്ട്രീയ പാർട്ടികൾ നിവേദനം കൊടുക്കുന്നത് പോലെയല്ല കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകുന്നത്. വന്നു പ്രത്യേക മെമ്മോറാണ്ടം. സർ, അത് വിശദമായിട്ട് അവലോകന യോഗം ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ. ആ അവലോകന യോഗത്തിൽ, റിവ്യൂ മീറ്റിംഗിൽ പ്രധാനമന്ത്രി വിശദമായിട്ടുള്ള മെമ്മോറാണ്ടം നൽകണം എന്നാവശ്യപ്പെട്ടതാണ് സംസ്ഥാന ഗവൺമെന്റിനോട്. നിങ്ങൾ വയനാടിന് ശേഷം ഉണ്ടായി ഉണർന്ന് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനെ പോലെ അല്ലെന്ന് കേരള ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് ഇത്രയും ഓക്വേർഡ്, ഇത്രയും വ്യവസ്ഥ ഇല്ലാത്ത ഒരു സർക്കാർ ഇന്ത്യയിൽ വേറെ ഇല്ല. എന്താണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ എഴുതി കൊടുത്ത കണക്ക് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതല്ലേ? എസ്റ്റിമേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തല്ലേ? അത് കമ്മ്യൂണിക്കേഷൻ വല്ലതുണ്ടെങ്കിൽ നിങ്ങൾ CM-നോട് പോയി ചോദിക്കുക. അല്ല, എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പറഞ്ഞ ആവശ്യം ഉന്നയിക്കാത്തത്? കുഴപ്പമില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ, റൈറ്റ് ടു ഇൻഫർമേഷൻ. അല്ല, നിങ്ങൾ പറഞ്ഞല്ലേ, നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഈ പറഞ്ഞ പുനരധിവാസത്തിനുള്ള ധനസഹായം വൈകുന്നത്? നിങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ ഞാൻ പറയാം. ഞാനിവിടെ ഉണ്ടല്ലോ. എന്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. കേരള ഗവൺമെന്റ് ഒരു അഴകുഴമ്പൻ കണക്കും ഒരു എസ്റ്റിമേറ്റുമായിട്ട് ചെന്നു. അങ്ങനെയല്ല വേണ്ടത്. കേരള ഗവൺമെന്റ് ശരിയായ നിലയിൽ ഇതിനെ സമീപിക്കണം. ആ കണക്കില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങൾക്ക് ചോദിച്ചറിയില്ല സർ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നില്ല? സർ, ഇതാണ് ഞങ്ങൾ കൊടുത്തത്. ഇതെന്താ രഹസ്യ രേഖയൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് കിട്ടിയോ? എനിക്കൊരു കോപ്പി തന്നാൽ ഞാൻ അതിനുള്ള മറുപടി പറയാം. കേരള ഗവൺമെന്റ് പുനരധിവാസ പാക്കേജിന് ശരിയായി തയ്യാറാക്കി നൽകിയ റിപ്പോർട്ടിന്റെ കോപ്പി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് കിട്ടുമല്ലോ, നിങ്ങൾക്ക് പ്രത്യേകിച്ചും കിട്ടും. ബാക്കി പലർക്കും കിട്ടിയില്ലെങ്കിലും താങ്കൾക്ക് കിട്ടും. അതെന്താണ് കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള നിവേദനത്തിന്റെ കോപ്പി നിങ്ങളൊന്ന് ഹാജരാക്കി. എന്നിട്ട് ഞാൻ നാളെ മറുപടി പറയാം. ഇന്ന് ഞാൻ മുഖ്യമന്ത്രിയുടെ മലക്കം മറിച്ചിലിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. നിങ്ങൾ അതിനിടയിൽ എന്നും ഈ വയനാടെന്ന് ചോദിക്കരുത്. CM-ന്റെ എല്ലാം CM ഇതുപോലത്തെ PR എന്തെല്ലാം CM നടത്തിയിട്ടുണ്ട്. കാരണഭൂതം എന്ന് പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ കൊണ്ട് പാട്ട് പാടിച്ച മുഖ്യമന്ത്രിയല്ലേ ഇത്? ആ നാട്ടിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ PR ഏജൻസികളെ കൊണ്ട് നാട് ഭരിക്കാമെന്ന് വിചാരിച്ച ഒരാളുണ്ടെങ്കിൽ അത് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. സർ, നിങ്ങളെ എല്ലാ പത്രങ്ങളെയും എല്ലാ ചാനലുകളെയും ഇങ്ങനെ തന്നെയല്ലേ അദ്ദേഹം സമീപിക്കുന്നത്? എങ്ങനെയാണ് ക്യാപ്റ്റൻ ആയത്? എന്നെ കൊണ്ട് അത് അധികം പറയിപ്പിക്കണ്ട.
ക്യാപ്റ്റനായത് എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സർക്കാരിന്റെ ഓരോ മുഖംമെനുക്കൽ കാലത്തും മാധ്യമങ്ങളെ എങ്ങനെയാണ് കേരള ഗവൺമെന്റ് കൈകാര്യം ചെയ്തതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ തമ്മിൽ അതിനെ കുറിച്ച് തർക്കം വേണ്ട. ബി ജെ പി ഓൾറെഡി നിലപാട് പറഞ്ഞല്ലോ. ഞാൻ എന്റെ പത്രസമ്മേളനത്തിൽ തന്നെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, മുനമ്പത്ത് ഞങ്ങൾ ആ കാര്യത്തിൽ കൺസേൺ തീർച്ചയായിട്ടും അവിടെ പരാതിയുള്ള ആൾക്കാരുടെ കൂടെയാണ്. കോൺഗ്രസിനോട് നിങ്ങൾ ചോദിക്കും, വി ഡി സതീശനും പിന്നെ ഹൈബി ഈഡനോട് നിങ്ങൾ ചോദിക്കും, ആരുടെ കൂടെയാണ് മുനമ്പത്ത്, ആരുടെ കൂടെയാണ് സതീശനും ഹൈബി ഈഡനും നിൽക്കുന്നത്? രണ്ട് എറണാകുളത്തുള്ള പ്രതിപക്ഷ നേതാവ് എറണാകുളംകാരനാണ്, ഹൈബി ഇവിടെ ഈ കൊച്ചി നഗരത്തിലുള്ള ആളാണ്. അവരോട് ചോദിക്കും. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. വഖഫ് ബില്ല് പാസ്സാവും, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അതിന് പരിഹാരം ഉണ്ടാകും. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾ ഇന്ന് വഖഫ് കമ്മിറ്റിയിലുള്ള ഞങ്ങളുടെ എം പി തന്നെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാക്കൾ അവിടെ പോയിട്ടുണ്ട്. 8-ാം തീയതി അവിടെ മാർച്ച് വെച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ കള്ളക്കളി ഉണ്ടല്ലോ. മണിപ്പൂരിനെ കുറിച്ചൊക്കെ വലിയ പ്രസ്താവന ഇറക്കുന്ന വി ഡി സതീശനും ഹൈബി ഈഡനും മുനമ്പത്തിന്റെ കാര്യത്തിൽ അവരുടെ നിലപാട് എന്താണെന്ന് അവർ വ്യക്തമാക്കട്ടെ. KCBC, സീറോ മലബാർ സഭ, മലങ്കര കത്തോലിക്ക സഭ, അവസാനം ലാറ്റിൻ കത്തോലിക്ക സഭ, ശരിയല്ലേ? ഇവരെല്ലാം എടുത്ത നിലപാടിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ ഇല്ലയോ? CPM-ന്റെ ഞാൻ ചോദിക്കുന്നില്ല, കോൺഗ്രസിന്റെ നിലപാടില്ല. CPM-ന്റെ നിലപാട് അണ്ടർസ്റ്റുഡാണ്. കോൺഗ്രസ് അപ്പുറത്തും ഇപ്പുറത്തും കളിക്കുകയാണ്. അത് അധികം പോവില്ല വി ഡി സതീശ. ഈ രണ്ട് വള്ളത്തിൽ കാല് വെച്ചുള്ള ഈ പണി അധികം കേരളത്തിൽ ഇനി മുന്നോട്ട് പോവില്ല. താങ്ക് യു.